എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊഞ്ച് വിഭവം തന്നെയാണ്, പക്ഷെ കൊഞ്ച് ഫ്രൈ ആണ്. ഇതുവരെ നിങ്ങളെ കാണിക്കാത്തൊരു ഐറ്റമാണ് കൊഞ്ച് ഫ്രൈ. ഞാൻ കൊഞ്ച് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ മസാല ഐറ്റംസ് മുളക്, മല്ലി, മഞ്ഞൾപ്പൊടി ലേശം, പിന്നെ ഒരു പിഞ്ച് ഗരം മസാല. ഇത് ഇത്രയാണ് ഞാൻ എൻ്റെ കൊഞ്ച് ഫ്രൈക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ കൊഞ്ച് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം. വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഇത്രയും. അപ്പം ഞാൻ അത് ചുരണ്ടിയൊക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ അല്പം മല്ലിയില എടുത്തിട്ടുണ്ട് കേട്ടോ. സവാള നമുക്ക് ഒരു വലിയ സവാള അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 1.5 എടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ കാണിച്ചു തരാം. സവാള ഞാൻ അധികം കട്ടിയില്ലാതെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കുക. വെളുത്തുള്ളി തോടോടാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. തൊലി ഉരിക്കരുത്. ഈ ഫ്രൈ ഉണ്ടാക്കുന്നതിന് തൊലി ഉരിക്കരുത്. അത് അവസാനം മതി എനിക്ക്, ഇപ്പം വേണ്ട. അപ്പോൾ അത് രണ്ടുമായി. ഇഞ്ചി അരച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി അങ്ങനെ തൊലിയോടെ. അപ്പം ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് നോക്കിക്കോളൂ. ഇത്രയും കൊഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതാ നന്നായിട്ട് കാണാം നിങ്ങൾക്ക്. ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചാണ് എടുക്കുന്നത്. നമ്മുടെ പുതിയ ഫോണിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിന്. നിങ്ങൾ മുളക് എരി കൂടുതൽ, ഇതിപ്പോൾ കാശ്മീരിയാണ്, എരി കൂടുതൽ കഴിക്കുന്നവർ അതിനനുസരിച്ച് മുളക് പൊടി എടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ എടുത്തേക്കുന്ന മുളക് പൊടി ഇതിന് 1/4 സ്പൂണാണ്. ചെറിയ സ്പൂൺ കണ്ടല്ലേ, അതിന് 1/4 സ്പൂൺ. മഞ്ഞപ്പൊടി കൂടിപ്പോകരുത്. കാരണം മഞ്ഞപ്പൊടി നമ്മൾ ഈ ഫ്രൈ ഒക്കെ ചെയ്യുന്നതിനകത്ത് മഞ്ഞപ്പൊടി കൂടിപ്പോയാൽ കരിയുന്ന ടെൻഡൻസി ഉണ്ടാവും, പെട്ടെന്ന് കരിയും. അപ്പം ഒരു നുള്ള് മഞ്ഞപ്പൊടി. നേരത്തെ പറഞ്ഞ ഐറ്റംസിനകത്ത് കുരുമുളക് പറയാൻ വിട്ടുപോയി. ഇപ്പം ഞാൻ താണ്ട ചേർക്കുന്നുണ്ട്. കുരുമുളക് ഒരു 1/4 സ്പൂൺ. അത് നിങ്ങൾക്ക് എരിയുടെ അനുസരിച്ച് നിങ്ങൾ എടുത്തോണം. ഞാനിപ്പോൾ ചേർക്കുന്ന നമ്മുടെ എരിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി ചേർക്കുന്നത് നമ്മുടെ മല്ലിപ്പൊടി. മല്ലിപ്പൊടിയും മുളക് പൊടി എടുത്ത അതേ അളവിലെടുക്കണം. നിങ്ങൾ 1.5 സ്പൂൺ എടുക്കുന്നവരാണെങ്കിൽ 1.5 സ്പൂൺ തന്നെ എടുക്കും. മനസ്സിലായി? അപ്പോൾ അത് ഇത്രയും കഴിഞ്ഞ് ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് തുടങ്ങാം. ഇനി ചേർക്കുന്നത് പുളിവെള്ളം ലേശത്തിന്. പുളി ഈ ഫ്രൈക്ക് പുളി ചേർക്കാത്ത ഒരു ഐറ്റം പോലും ഇല്ല എൻ്റെ കേട്ടോ. നിങ്ങൾ നാരങ്ങ ചേർക്കുന്നവരാണെങ്കിൽ നാരങ്ങ ചേർത്തുള്ളൂ. എന്നാൽ ഈ പുളി വെച്ചൊന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. അപ്പം ഇത്തിരി പുളി ഞാൻ എടുക്കാം. കാരണം അധികം വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ ഇങ്ങനെ പിഴിഞ്ഞെടുത്തെങ്കിലല്ലേ പറ്റും. ഒത്തിരി വെള്ളം ആയിപ്പോയാൽ ഇത് ഒരുവിധം ഡ്രൈ ആയിട്ടല്ലേ നമ്മൾക്ക് ചെയ്യേണ്ടുന്നത്. അപ്പം പുളി ചേർക്കും. ഇനി മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ഉപ്പ് ആവശ്യത്തിന്. ഞാനത് പറയുന്നില്ല എത്രയെന്ന്. ഉപ്പ് ആവശ്യത്തിന്. നിങ്ങൾ ഉപ്പ് കൂടുതൽ കഴിക്കുന്നവർ കാണും, അപ്പം ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മളിവിടെ വളരെ കുറച്ച് ഉപ്പ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന്. അപ്പം ഇത്രയും കാര്യങ്ങളായിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് നമ്മുടെ ഗരം മസാല. അപ്പം ഇത് അടിപൊളി ഒരു ഫ്രൈ ആണ്. നിങ്ങളൊന്ന് ഇതേ കണക്കൊന്ന് പരീക്ഷിച്ചു നോക്കുക. ഒന്ന് ഒരു പിഞ്ചോളമേ എടുത്തിട്ടുള്ളൂ ഇട്ട്. ഓക്കെ, അപ്പം ഇത് ഇത്രയും കൂടെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചിട്ട് മാത്രം കൊഞ്ചിടുക. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ അങ്ങ് വെള്ളം ആയിക്കോളും. അതെ, ഇപ്പം തന്നെ ഇതെല്ലാം ആയിട്ടുണ്ട്. ഇനി കൊഞ്ചിനെ ഇതിനകത്തിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. ഓക്കെ,
നന്നായിട്ട് തിരിഞ്ഞ്. കുറച്ചുകൂടെ ഞാൻ വേണമെങ്കിൽ ഇച്ചിരി ഒന്ന് കാണിച്ചു തരാം. കണ്ട, തിരുമ്മി നന്നായിട്ട് ഇതിനെ യോജിപ്പിക്കുക. ഇൻ ബിറ്റ്വീൻ നമുക്ക് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഇത് പൊരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ മാത്രം പൊരിച്ചെങ്കിലേ ഈ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, പിന്നെ വെളിച്ചെണ്ണ പാമോയിലൊക്കെ ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോ, പക്ഷെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ. അപ്പം നന്നായിട്ട് ഞാൻ ഇതിനെ തിരുമി 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 യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ യോജിപ്പിച്ച് നമുക്ക് നമ്മുടെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. നല്ല യോജിപ്പിച്ചത് ആണ്. നന്നായിട്ട് യോജിപ്പിച്ചെങ്കിലേ അതിനകത്തൊക്കെ നല്ല പൊതിഞ്ഞിരിക്കണം. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ട, ഇങ്ങനെ ഇരിക്കണം ഫ്രൈ ചെയ്യുമ്പോൾ. അത് കുറച്ചു നേരം വെക്കൊന്നും വേണ്ട കേട്ടോ. ഇത് അതിനകത്ത് പിടിച്ചിരുന്നോളും. പക്ഷെ നമ്മൾ ഈ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് പിടിച്ച് തന്നെ ഇരിക്കും ഫ്രൈ ചെയ്ത് വരുമ്പോൾ. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇതിനെ പെട്ടെന്ന് അങ്ങ് ഇളക്കരുത്. ഇട്ട് കൊടുത്തിട്ട് ഉടനെ അങ്ങ് തിരിച്ചിടാൻ നിൽക്കരുത്. ലേശം ഇടുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിലും, കുറച്ച് നേരം കഴിയുമ്പോൾ അതിനെ മീഡിയത്തിൽ, പിന്നെ ലോയിൽ അങ്ങനെ ആക്കി കൊണ്ടുവരണം. അങ്ങനെ ആക്കി കൊണ്ടുവന്നാൽ ഇത് അതേ രീതിയിൽ തന്നെ ഇരിക്കും. അപ്പം എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട് എണ്ണ. നമുക്ക് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം. ഈ ചൂട് നല്ല ചൂടിൽ വേണം ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ അങ്ങ് ഫ്ലെയിം മീഡിയത്തിലാക്കിക്കോണം. പിന്നെ ഇത്തിരി നേരം കഴിയുമ്പോൾ അങ്ങ് സിമ്മിലാക്കി. ഈ കൊഞ്ചിനൊന്നും അധികം വേവൊന്നും ഇല്ല, ഉടനെ അങ്ങ് ആക്കാം നമുക്ക് കേട്ടോ. ഇച്ചിരി നേരം എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് ഒരുപാട് 5-10 മിനിറ്റ് ആക്കണ്ട. എളുപ്പമാവുന്ന ഒരു സംഭവമാണ്. കണ്ട, അപ്പം നമ്മുടെ കൊഞ്ചിന്റെ റെസിപ്പി നിങ്ങളൊക്കെ നോക്കിക്കും. ഇതേ രീതിയിൽ നിങ്ങൾ കൊഞ്ച് വെക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇത് മാത്രം മതി. കൊഞ്ച് ഫ്രൈ ആണിത്. അപ്പം ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ആ മല്ലിയിലൊന്ന് കഴുകി വെക്കാം. ഞാൻ ആ വെളുത്തുള്ളിയൊക്കെ നല്ലതായിട്ട് കഴുകിയാണ് വെച്ചേക്കുന്നത്. ഇതെടുത്ത് നല്ലതായിട്ടൊന്ന് കഴുകി വെക്കാം. ഇതിനെ കാണാൻ പറ്റത്തില്ലെങ്കിൽ ക്ഷമിക്കുക, എൻ്റെ വാക്കുകളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം ഈ എടുത്ത സാധനങ്ങളൊക്കെ അതാത് സ്ഥലങ്ങളിൽ എടുത്തിരിക്കും. മുട്ട വിഴുങ്ങിയില്ല, അത് പൊങ്ങണം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാം നമുക്ക്. മുട്ട പിടിക്കും. അപ്പം ഞാൻ സിമ്മിലാക്കി കൊടുത്തു. നമുക്കിനി ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കാരണം തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക, തീ കൂട്ടി വെക്കണേ. കണ്ട, നന്നായിട്ട് ഇതിനകത്ത് പിടിച്ച് കഴിഞ്ഞിരിക്കുക. അതാണ് അതിൻ്റെ ഒരു, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതിനെ അങ്ങനെ ചെയ്യുക. ഫ്രൈ ചെയ്യുമ്പോൾ എന്തുവാണെങ്കിലും ശരി, ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉടനെ ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കി അതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. അതിൻ്റെ അകത്ത് ഒരു വശത്ത് അതെല്ലാം പിടിച്ചിട്ട് നമുക്ക് ചെയ്താൽ ഇതിപ്പം എല്ലാം അതിനകത്ത് പൊതിഞ്ഞിരിപ്പുണ്ട്. ഞാൻ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. വളരെ കുറച്ച് മാത്രം വേവുള്ള സംഭവമാണ് കൊഞ്ച് ഒരുപാട് വെന്ത് പോയാൽ അതിൻ്റെ പുറം എന്താ റബ്ബർ പോലെ ആവും. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അപ്പം ഇനി നമുക്ക് മീഡിയത്തിലിട്ട് കൊടുക്കാം.
ഞാൻ ഇളക്കിയിട്ട സമയത്ത് വളരെ ശ്രദ്ധിക്കുക, തീ കൂട്ടിയിടുക. ഓക്കെ, നമ്മുടെ കൊഞ്ച് റെഡി ആയിട്ടുണ്ട്, ഫ്രൈ റെഡിയായി. ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന ഐറ്റം എന്ന് വെച്ചാല് നിങ്ങളെ കാണിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ അതവിടെ ഇരിക്കുന്നത്. വെളുത്തുള്ളി ഇല്ലേ, വെളുത്തുള്ളി ഇതിനെ തോടോട് കൂടിയിട്ട് ഒന്ന് ചതക്കുക. ഇപ്പൊ വരുന്നത് കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോ ഇപ്പൊ വരുന്ന മണം ഇവിടെ എങ്ങും നിൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് സൂപ്പർ ഒരു സ്മെല്ലാ വരുന്നത്. ഇട്ട് കൊടുക്കുക കേട്ടോ. അധികം ഇത് അങ്ങനെ നിങ്ങൾ പറയത്തില്ലേ, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കുക, ഇളക്കിയിട്ട് ഇതല്ലേ ഒന്ന് ഇളക്കുക. അപ്പൊ നല്ല പൊതിഞ്ഞാണ് ഈ ഫ്രൈ ഇതിനകത്ത് ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ മസാലകളെല്ലാം നിങ്ങൾക്കിപ്പോ ഞാൻ കാണിച്ചു തരാം ഇത് ഒന്ന്. അപ്പൊ ഇതിനെ ഒന്ന് അങ്ങനെ ആക്കുക. ഞാൻ തീ ഇച്ചിരി കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിത് മാത്രം മതി ചോറുണ്ണാൻ. പക്ഷെ ഷുഗർകാരൊക്കെ വേറെ പച്ചക്കറികളും കൂടെ കഴിക്കണം. ഇത് മാത്രം കഴിച്ച് ചോറും കഴിച്ചൊന്നും പോവരുത്, പച്ചക്കറിയൊക്കെ കഴിക്കണം. അപ്പൊ ഇനി ആയിട്ട് കൊടുക്കുന്നത് എന്താണെന്നറിയാം, നമ്മൾ സവാള. സവാള ഇട്ട് അധികം നമുക്ക് മൂപ്പിക്കണ്ട, നമുക്ക് ഉടനെ എടുക്കാം. എങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കണേ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് കണക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. ഒരു ഇച്ചിരി നേരം ഇരിക്കട്ടെ. കൂട്ടത്തിൽ നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിയില ഞാൻ കഴുകി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക. മല്ലിയില ഇങ്ങനെ വെച്ച് കത്രിക വെച്ച് പീസാക്കിയായിരുന്നു. അതും കൂടെ ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കുക. ഞാൻ ഒരെണ്ണം എടുത്ത് നിങ്ങളെ ഒന്ന് തിന്ന് കാണിക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ അപ്പം തന്നെ പറയുന്നത്, ഇതിൻ്റെ അകത്ത് ഉപ്പൊന്നും ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു, ഒന്നും നോക്കിയിട്ടില്ല. നമുക്ക് നോക്കാം. ഒരു കൊഞ്ചെടുക്കാം. ചൂടാണ്, നിങ്ങൾ കണ്ട അടുപ്പിൽ നിന്ന് എടുക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ഇത് കണക്കൊന്ന് ചെയ്ത് നോക്കുക. ഇത് അതാ ഞാൻ പറഞ്ഞത്, ഇത് മാത്രം മതി നമ്മൾ ചോറുണ്ണുന്നതിന്, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് നിങ്ങൾക്ക് കാണണ്ടേ, കാണിച്ചിട്ട് കണ്ടല്ലോ എങ്ങനെയുണ്ടെന്ന്. കൊഞ്ച് ഫ്രൈ നമുക്കിത് കൂട്ടി എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടെ തരിക. ഓക്കെ, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്തൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുമോ, കുറ്റങ്ങളോ കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ എന്നോട് പറയാം. ഓക്കെ, അപ്പം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.